ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആമ്പൽ ലവ് കപ്പീസ്. കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോൾ ആമ്പൽക്കുളത്തിൽ മൊട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് വിരിഞ്ഞ് ഒരു വെള്ള ആമ്പലായിട്ടുണ്ട്. വേറെയും മൊട്ടുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടാവാറുണ്ട്. അതുകൊണ്ടായിരിക്കും വീണ്ടും മൊട്ടുകൾ ഉണ്ടാകുന്നത്. ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ആമ്പൽക്കുളത്തിൻ്റെ പഴയ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ അമ്പൽക്കുളം അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടാണുള്ളത്. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കാണാം. എന്നാൽ ആദ്യമായിട്ട് ആമ്പൽ ചെടി നട്ട സമയത്ത് വെള്ളം അത്ര ക്ലിയർ അല്ലായിരുന്നു. നമ്മുടെ വീട്ടിലെ മണ്ണ് തന്നെയാണ് ആമ്പൽ ചെടി നടാൻ ഉപയോഗിച്ചത്. പറമ്പിൽ നിന്നും കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ടാങ്കിൻ്റെ താഴെ ഭാഗം നിറച്ചു. അതിലേക്ക് നമ്മുടെ ആമ്പൽ ചെടി നട്ടുവെച്ചു. എന്നിട്ട് അക്വേറിയം ടാങ്ക് വെള്ളമൊഴിച്ച് നിറച്ചു. അപ്പോൾ സ്വാഭാവികമായും വെള്ളം കലങ്ങും. ആദ്യമൊക്കെ നല്ല ചെളി വെള്ളമായിരുന്നു. പിന്നീട് കുറേയൊക്കെ സെറ്റിലായപ്പോൾ വെള്ളം കുറച്ചുകൂടെ തെളിഞ്ഞു. ചെടി നട്ട സമയത്തുണ്ടായിരുന്ന മിക്കവാറും ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി പതിയെ പതിയെ പുതിയ ഇലകൾ വന്നു തുടങ്ങി. വെള്ളവും പതിയെ ക്ലിയർ ആയി തുടങ്ങി. എന്നാലും ഇപ്പോൾ ഉള്ളതുപോലെ അത്ര ക്ലിയർ ആയിരുന്നില്ല. ടാങ്കിൻ്റെ അടിഭാഗത്തെ മണ്ണ് എടുത്തു കാണുന്നത് എന്തോ ഒരു കുറവ് പോലെ തോന്നി. ആദ്യം ഞാൻ വിചാരിച്ചു അക്വേറിയം സാൻഡ് ഇട്ടാൽ ഓക്കെ ആകുമെന്ന്. അങ്ങനെ അക്വേറിയം സാൻഡ് ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തി ടാങ്കിൻ്റെ അടിഭാഗത്ത് മണ്ണ് കവറാകുന്ന രീതിയിൽ നിറച്ചു. ആദ്യം നല്ല ഭംഗിയൊക്കെ തോന്നി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വീണ്ടും കലങ്ങാൻ തുടങ്ങി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത അക്വേറിയം സാൻഡ് തീരെ ചെറുതായിപ്പോയി. അങ്ങനെ അതും ആമ്പൽ നടാനെടുത്ത മണ്ണും രണ്ടും കൂടെ ആകെ അങ്ങ് മിക്സായിപ്പോയി. പിന്നെയും വെള്ളം കലങ്ങാൻ തുടങ്ങി. പിന്നെയും വേറെ സാൻഡ് ഓർഡർ ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലെ മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്ന ജെല്ലിക്കല്ല് തന്നെ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ടുണക്കി ടാങ്കിലെ മണ്ണ് ഫുൾ കവറാകുന്ന രീതിയിൽ നിറച്ചു. വെയിറ്റ് ഉള്ളതുകൊണ്ട് അക്വേറിയം ഗ്ലാസ് പൊട്ടിപ്പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ കുറേ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ വെള്ളം പതിയെ പതിയെ ക്ലിയറായി തുടങ്ങി. നിങ്ങൾക്കും ഉണ്ടോ ഇതുപോലെയുള്ള ഹോബീസ്? ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അമ്പൽക്കുളത്തിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.